നിറങ്ങളിൽ നീരാടി ഉത്തരേന്ത്യ. എങ്ങും ഹോളി തിമിർപ്പിൻ്റെ വർണ്ണപ്പകിട്ട്. രാജ്യമെങ്ങും വിപുലമായ ഹോളി ആഘോഷം. വർണ്ണങ്ങൾ വിതറിയും മധുരം പങ്കുവെച്ചും ഉത്തരേന്ത്യയിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്. ഹോളിക ദഹനത്തോടെ ഉത്തരേന്ത്യയിൽ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ആഘോഷങ്ങൾ അതിരുവിടരുതെന്ന് കർശന നിർദ്ദേശമാണ് അധികൃതർ നൽകിയിരിക്കുന്നത്. റെസിഡൻസ് അസോസിയേഷനുകളുടെ നേതൃത്വത്തിലും ഹോട്ടലുകളിലും എല്ലാം വിപുലമായ ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ശീതകാലത്തിൻ്റെ അവസാനമിട്ട് വസന്തകാലത്തെ സ്വാഗതം ചെയ്യുന്ന സമയമാണ് ഹോളി. ചരിത്രപരമായി ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നാടോടി കഥകൾ മുതൽ പാട്ടുകൾ വരെ ഈ ഉത്സവത്തെക്കുറിച്ച് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. നന്മയുടെ ആഘോഷമായാണ് ഈ ഉത്സവം അടയാളപ്പെടുത്തുന്നതെന്ന് പലരും വിശ്വസിക്കുന്നു. വടക്കേ ഇന്ത്യയിൽ ഹോളി പണ്ടുമുതലേ വലിയ തോതിൽ ആഘോഷിച്ചു വരുന്നു. ആഘോഷങ്ങളുടെ പൊലിമയിൽ ദക്ഷിണേന്ത്യയിൽ ചിലയിടങ്ങളിലും ഹോളി ആഘോഷം ഇന്ന് വ്യാപകമാകുന്നുണ്ട്. ഫാൽഗുന മാസത്തിലെ പൗർണമി ദിനത്തിലാണ് ഇന്ത്യക്കാർ ഹോളി ആഘോഷിക്കുന്നത്. ആഹ്ലാദാരവങ്ങളിൽ പരസ്പരം നിറങ്ങൾ വാരി തൂകിയാണ് ഹോളി ആഘോഷം. ശൈത്യകാലത്തിൻ്റെ പിൻവാങ്ങലിനു ശേഷം വസന്തകാലം, ഫലഭൂയിഷ്ഠത, വിളവെടുപ്പ് എന്നിവ സ്വാഗതം ചെയ്യുന്നതായി ഹോളി അടയാളപ്പെടുത്തുന്നു. സാംസ്കാരികമായി ആളുകൾ അവരുടെ പ്രശ്നങ്ങളോടും ശത്രുതയോടും വിട പറയുന്ന ദിവസമാണെന്നും ചിലർ പറയുന്നു. പരമ്പരാഗത ആചാര അനുഷ്ഠാനങ്ങളോടെയാണ് ഹോളി ആഘോഷം ഇന്ത്യയിൽ നടന്നു വരുന്നത്. 2 ദിവസമായാണ് ഹോളി ആഘോഷിക്കുന്നത്. ഹോളിക, ദഹൻ, ദുലന്തി എന്നിവയാണ് അവ. 2ാമത്തെ ദിനമായ ദുലന്തിയാണ് വർണ്ണങ്ങളുടെ ദിനം. ആളുകൾ തമ്മിൽ പരസ്പരം നിറങ്ങൾ വിതറുമ്പോൾ ശത്രുത അകലുമെന്നാണ് വിശ്വാസം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ.